സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. എന്ന് വെച്ചാൽ അത് ഭയങ്കരമായ പോസിറ്റീവ് ഉള്ളൊരു സ്ഥലമാണ്. വളരെ ഒരു മല, ചുറ്റും മലകളുടെ നടുക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞാൻ ഒരുപാട് ദിവസം ആയി ട്രാവൽ തുടങ്ങിയിട്ട്, ഒരുപാട് ദിവസത്തെ ട്രാവൽ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്ത് നിങ്ങളെ മുന്നിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇത് കണ്ട് ആസ്വദിക്കുക. നിങ്ങൾ വീട്ടിലോ ജോലി സ്ഥലത്തോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വീഡിയോ ആസ്വദിച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇട്ട് സന്തോഷമായിട്ട് എന്നെ എന്ത് ചെയ്യണം, മുമ്പോട്ട് വിടുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് വീണ്ടും ഇതെല്ലാം ഇങ്ങനെ പല സ്ഥലത്തും ചെന്ന് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇട്ട് തരാനായിട്ട് എനിക്ക് പറ്റുള്ളൂ. കാരണം നമ്മുടെ ചാനലിൻ്റെ പേര് ദേവലോകം എന്നാണ്. അപ്പം ദേവലോകത്ത് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ദേവലോകം. അങ്ങനെയാണ് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത്, ദേവലോകം. അപ്പോൾ ആ ദേവലോകത്തുള്ള പല കാര്യങ്ങൾ നിങ്ങളൊന്നും കാണാത്തതും ചിലപ്പോൾ കണ്ടവരുണ്ടാവും, കാണാത്തമായ പല കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരുന്നത്. അല്ലേ കണ്ണ? പ്രകൃതി എൻ്റർടൈൻമെൻ്റ് ആയിട്ടിരിക്കുന്ന വീഡിയോ ആണ്. പ്രകൃതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒറിജിനാലിറ്റിയിലെടുത്ത് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം ആ സ്ഥലത്തിൻ്റെ പേരെന്തായാലും നമുക്ക് കണ്ടേ, നമുക്ക് ആ വീഡിയോയിലോട്ട് എന്ത് ചെയ്യണം, നേരെ വീഡിയോയിലോട്ട് പോകണം, കാണണം, ആസ്വദിക്കണം. നിങ്ങൾക്കും അതിൻ്റെതായ ദൈവിക ചൈതന്യത്തിൽ തന്നെ വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ കാണാൻ. അപ്പം ഇതിവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മഹാദേവനാണ്. മഹാദേവൻ വളരെ ശാന്തമായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ചുറ്റും പ്രകൃതി ആയിട്ടും മലകളായിട്ടെല്ലാം നിന്ന് അതിൻ്റെ നടുക്കാണ് ഭഗവാൻ. നേരെ അതിനടിയിൽ ശിവലിംഗമുണ്ട്. അതിൻ്റെ മുകളിലാണ് ഭഗവാനെ എന്ത് ചെയ്തിരിക്കുന്നത്, ഭഗവാന്റെ ഒരു പ്രതിബിംബം അവിടെ പണിത് വെച്ചിട്ടുണ്ട്. വളരെ ശാന്തമായിട്ട് കണ്ണടച്ച് ധ്യാനിച്ച് ഇരിക്കുന്ന ഒരു ഭഗവാന്റെ ഒരു പ്രതിബിംബമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിരുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ആദിയോഗി. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രധാന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ആശ്രമമുണ്ട്, മെഡിറ്റേഷൻ, ഗോശാല, ഇതെല്ലാമാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ആളുകൾ ടൂറിസ്റ്റായിട്ട് പല സ്ഥലത്തുനിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോ കണ്ട്, അല്ലെ പലരും എടുത്തിരിക്കുന്ന വീഡിയോയും, കാരണം ഇവിടുത്തെ തന്നെ പല കാര്യങ്ങളും യൂട്യൂബിലൊക്കെ ഇട്ടിരിക്കുന്ന കണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഒഡീസ, മഹാരാഷ്ട്ര, അങ്ങനെയുള്ള ദൂര സ്ഥലത്തു നിന്നാണ് ആളുകൾ വരുന്നത്. പിന്നെ നരേന്ദ്രമോദി സിനിമ ആരായിരുന്നു കണ്ണ പറഞ്ഞേ കണ്ണ്? പറ. സൽമാൻ, അങ്ങനെ മെയിൻ ആയിട്ടിരിക്കുന്ന, അതായത് പ്രധാന അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളും നരേന്ദ്രമോദിയൊക്കെ ഇവിടെ വന്ന് ശാന്തി എടുത്ത്, രജനീകാന്തൊക്കെ വന്ന് ശാന്തി എടുത്ത് പോകുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, വന്നിരിക്കുന്നത്. കാരണം വന്നപ്പോൾ തൊട്ട് ഭയങ്കര നല്ല പോസിറ്റീവ് എനർജി ഉണ്ട്, ഭയങ്കര കാറ്റാണ്. നമ്മൾ ഇങ്ങോട്ട് വരുംതോറും കൂളിംഗ് ആണ്. ഇത് വന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരാണുള്ളത്. ആദിയോഗി എന്ന് പറയുന്ന കോയമ്പത്തൂരാണ്. അപ്പോൾ ഞാനിങ്ങനെ പല വീഡിയോയിലും ഇങ്ങനെ കാണുമ്പോൾ എന്നെ ഇതിങ്ങനെ ഭയങ്കരമായ അട്രാക്ഷൻ ചെയ്താണ് ഞാനിവിടെ വന്നത്. കാരണം വളരെ ദൂരം ട്രാവൽ ചെയ്ത് കൂടെ ഞാനും കണ്ണനും കൂടെ വന്ന് ഇന്നലെ നൈറ്റ് വന്നു ഞങ്ങൾ. അങ്ങനെ ഇന്ന് രാവിലെ മോർണിംഗിലാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഈ വീഡിയോ കവർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം കണ്ണാ? ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, നല്ല കമൻറ്റുകളുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ആ പ്രധാനമായ ആ സർപ്രൈസ്, ഭഗവാന്റെ ശാന്തമായ ആ സ്വരൂപം, ശാന്തമായിട്ടിരിക്കുന്ന റിയൽ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, നല്ല കമൻ്റ് ഇടുക, ശാന്തമായിട്ട് കാണുക, പ്രാർത്ഥനയോടെ കാണുക. വളരെ പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. നിങ്ങളും എന്ത് ചെയ്യണം, വരണം. നിങ്ങളും ഇവിടെ വരണം. കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം 38 കിലോമീറ്റർ ഉണ്ട്. നിങ്ങൾ അവിടെ വന്ന് ആരോട് ചോദിച്ചാലും ആദിയോഗി അല്ലെങ്കിൽ ഗൂഗിളിൽ ഒക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദിയോഗി സ്റ്റാച്ചു. അപ്പോൾ എൻ്റെ നേരെ ബാക്കിൽ
കാണുന്നതാണ് ഭഗവാന്റെ. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഭഗവാനെ എനിക്ക് കണ്ട് തൊഴുത് ഞാൻ നിങ്ങളെയും കാണിച്ചു തരാം. നേരെ വീഡിയോയിലോട്ട് പോകും. ആ കാണുന്നതാണ് ഭഗവാൻ. ഞാൻ ഇതുവരെ വന്നിട്ട് ഭഗവാനെ തൊഴുതിരുന്നു. അപ്പോൾ ഞാൻ ഭഗവാനെ തൊഴുതു. പിന്നെ അതായത് ഇവിടെയുള്ള മണലിനൊരു ഭയങ്കര പ്രത്യേകതയാണ്. ഈ മണ്ണിനൊരു പ്രത്യേകത ഉണ്ട് കണ്ടോ. ഈ മണ്ണെന്ന് പറഞ്ഞാൽ സിമെന്റ് കൂടിയ മണ്ണാണ്. അതായത് ഇപ്പൊ എന്റെ വയനാട്ടിലുള്ള വീടില്ലേ, ആ വീടൊക്കെ തേച്ചിരിക്കുന്ന ഇങ്ങനത്തെ മണ്ണ് കൊണ്ടാണ്. ഇത് കുമ്മായ മണ്ണാണിത്. മിക്സ് ആണ്. അതായത് മണലും മണ്ണും എല്ലാം കൂടെ പെടുന്ന ഒരു ഇതാണ്. കണ്ട ഇവിടെയൊക്കെ കണ്ടത് കൊണ്ടയിട്ടതല്ല. അതായത് കുമ്മായ മണ്ണ് മിക്സ് ആവുന്ന, മണലും മണ്ണും കൂടെ മിക്സ് ആവുന്ന മണ്ണാണ്. ഉണ്ടോ? നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. ഭഗവാന്റെ തൊട്ടടുത്തോട്ട് എന്ത് ചെയ്യാം, പോകാം. എന്താ വ്യൂ അല്ലേ. ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇവിടെയൊക്കെ വരുന്നത് അല്ലേ. ഭാഗ്യം എന്ന് പറഞ്ഞാൽ എത്ര നാളെ ആഗ്രഹം. കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുക്കാനും ഇങ്ങനെ ഇതുപോലെ എന്ത് ചെയ്തിട്ടില്ല. ഒരു വീഡിയോ എടുക്കാനും ഞാൻ ഇതുപോലെ ആഗ്രഹിച്ചിട്ടില്ല. അത്ര ആഗ്രഹമായിരുന്നു എനിക്ക്. ഈ ഒരു സ്റ്റാച്ചു ആണ് എന്നെ എന്ത് ചെയ്തത്, ഇവിടേക്ക് എത്തിച്ചത്. അതാണ് അതിന്റെ മെയിൻ. നുണ പറയല്ല, അതാണ് അത്. കാരണം ഞാനിത് കുറേ നാളായി ഇത് എവിടെയാണ്, എങ്ങനെ എത്ര അങ്ങനെ കറക്റ്റ് ഞങ്ങൾ പാസ് ചെയ്തപ്പോഴാണ് ഞാൻ അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞാൽ ഇവിടെയാണ് അത് ഉള്ളത്, ആദിയോഗി. ഇവിടെ അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വളരെ നാളത്തെ ആഗ്രഹം, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എനിക്കിവിടെ. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞൊന്നുമില്ല നമ്മൾ. പിന്നെ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വരാനായിട്ട് എൻട്രൻസിൽ നിന്ന് ഇവിടെ ഇത് ഫ്രീ ആണ് കേട്ടോ. ഇത് ഫ്രീ വണ്ടിയാണ്, ഇലക്ട്രിക്കലിൻ്റെ. ഇതിൽ കയറി നമുക്ക് ഇവിടേക്ക് വരാം. ഇതാണ് ശിവലിംഗം. ഇതാണ് ആദിയോഗി സെന്റർ. ശിവലിംഗം ഏറ്റവും അടിയിലാണ് ഇരിക്കുന്നത്. അതിന് മേളിലാണ് ഈ സ്റ്റാച്ചു പണിത് വെച്ചിരിക്കുന്നത്. ഭയങ്കര ഫീലാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒരു വല്ലാത്തൊരു എന്താ പറയാനേ, നമ്മൾ സ്വപ്നമൊക്കെ കാണൂലേ അതേപോലെ. ചെരുപ്പുകള് ഇല്ലേ ചക്കു, ചെരുപ്പുകളെല്ലാം ഇവിടെ ഊരിയിടണം കേട്ടോ. ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്, അത് സാധിച്ചില്ലേ, അത് സാധിച്ചു. സന്തോഷമായി. എല്ലാവർക്കും എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇവിടെ വരണം കേട്ടോ. വരാൻ പറ്റുന്നവരെല്ലാം വന്ന് കാണും. അപ്പൊ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കൊച്ചിനെ എടുക്കാൻ കിട്ടി. എന്ത് ഹായ് പറഞ്ഞേ. ഹായ്. ഓ വേണ്ട പോയി.
ஐயோ தப்பான ഇത് ഇവിടെ വളർത്തുന്ന കാളയാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ വളർത്തുന്ന കാളനെയാണ്. കാള ഫുൾ കാളയാണ്. പശു ഇല്ല കേട്ടോ ഇവിടെ. ഇവിടെ കാളയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വളർത്തണാണ് ഇതിനെല്ലാം. നിറയെ ടൂറിസ്റ്റുകളാണ്. ഭയങ്കര ഫീലാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇരിക്കണേ, ഇരുന്നിട്ടാണ് എടുക്കണത്. ഭയങ്കര ഫീലാണ്. മെഡിറ്റേഷൻ ചെയ്താൽ വേറെ ഒരു ലെവലാണ്. നമ്മൾ കുറച്ച് ടൂറിസ്റ്റുകളാണ് കണ്ട. ടൂറിസ്റ്റുകളുടെ കൂമ്പാരം. ടൂറിസ്റ്റുകളാണ്, കംപ്ലീറ്റ് ടൂറിസ്റ്റ്. ഈ മാല കണ്ട, കഴുത്തിലിട്ടിരിക്കുന്ന മാലയാണ്. ഇത് ഒറിജിനൽ രുദ്രാക്ഷമാണ് കേട്ടോ. ഏകദേശം ഒരു 5 ലക്ഷത്തിന് മേലെ ടൺ രുദ്രാക്ഷം ഇതിൽ ചുറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഈ സ്റ്റാച്ചു. എന്താവോ എന്തെന്ന് പറയാ. ഭഗവാൻ ശാന്തി എടുത്തിരിക്കണേ. ഇതെല്ലാം നമ്മൾക്ക് കാളവണ്ടി ഉണ്ട്. ആശ്രമത്തിലേക്ക് പോകാനുള്ള കാളവണ്ടിയാണ് ഇതിൽ കണ്ട. ഇതിനകത്ത് ഇങ്ങോട്ടേക്ക് ബസ്സുകളോ 2 വീലറുകളോ മറ്റുള്ള ഒന്നും പ്രവേശനമില്ല. കാളവണ്ടിയാണ്. ഈ കാളവണ്ടിയിലാണ് ആളുകളെല്ലാം കൊണ്ടുപോയി ആശ്രമം കാണിക്കുന്നത്. എന്താ ഇത് കാളകൾ. ഇത് റിസോർട്ടിൽ ഉണ്ടാക്കും. അതിന് ഒരു സ്റ്റാഫ് ഇട്ടെ. ഇതിനൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. കാളവണ്ടി ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രമത്തിലേക്കുള്ള പച്ചക്കറി, അരി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളാണ്. ബാക്ക് ഭഗവാന്റെ മുടിയാണ്. ജടയാണ് പണിതേക്കുന്നത്. നമ്മൾ ഇതുവഴി ആശ്രമത്തിലേക്ക് പോണത്. ഇതുവഴി നേരെ ആശ്രമത്തിലേക്ക്. അതിന് ഉള്ളിലെല്ലാം മലയാണ്. ഇത് ഫുള്ള് ആദിയോഗി സെൻ്ററാണ് കംപ്ലീറ്റ്. ഇതെല്ലാം കൃഷിയാണ്. ഇതെല്ലാം ഇവിടുത്തെ തന്നെ കൃഷികളാണ്. പട്ടുനൂൽപ്പുഴു അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ അതെല്ലാം വാഴത്തോട്ടമാണ്. കംപ്ലീറ്റ് വാഴത്തോട്ടമാണ് അതെല്ലാം. ഇതെല്ലാം ഇവിടുത്തെ സാധാരണക്കാരാണ് ഇവിടെ എല്ലാം ജോലി ചെയ്യുന്നത് കേട്ടോ. പുറത്തുനിന്ന് അങ്ങനെ ആണല്ലോ. പിന്നെ വിദേശികളായ സ്വാമിമാരുണ്ട് കേട്ടോ ഇവിടെ. അമേരിക്ക, ഓസ്ട്രിയ, ലണ്ടൻ, ആംസ്റ്റർഡാം
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ ഒരുപാട് ഇവിടെ ആശ്രമത്തിലുണ്ട്. വളരെ ശാന്തിയാണ്. ഞാൻ അവിടെ ഇരുന്ന് അവിടെ കുമ്പിട്ട് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ച് 5 രൂപ നാണയം ആ ശിവന്റെ അവിടെ വെച്ചോട്ടേന്ന് ചോദിച്ചു. എനിക്ക് വെക്കാനായിട്ട് സമ്മതിച്ചു. എന്നെ അവർക്ക് തിരിച്ചറിഞ്ഞു. അതൊന്നും വേണ്ട. ഈ വീഡിയോ എടുത്തിട്ട് അതിനുള്ളിൽ കയറണം. ഉള്ളിൽ കയറിയിട്ട് അവിടെ തൊഴണം. കളിക്കാനല്ല പറഞ്ഞത്. അവിടെ കയറി കുറച്ചു നേരം അവിടെ എന്ത് ചെയ്യണം, അവിടെ ഇരിക്കണം. ഒരുപാട് നേരം അവിടെ ഇരിക്കാനല്ല പറഞ്ഞത്. കുറച്ചു നേരം അവിടെ എന്ത് ചെയ്യണം, ഇരുന്ന് എന്ത് ചെയ്യണം, ശാന്തമായിട്ട് പ്രാർത്ഥിക്കണം. അവിടെ അവരവിടെ തീർത്ഥമൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും അല്ല ചോദിച്ചത്, ഞാൻ പറഞ്ഞത് ചെയ്യുക. ഇത് അങ്ങനെ പറഞ്ഞ കാണൂല. ആ അതായത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് പൂർത്തിയായി. ഞാൻ വന്നു, ഭഗവാനെ കണ്ടു. തൊട്ട് ഫ്രണ്ടിൽ സ്വാമിമാരെല്ലാം ജപിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു. കുറച്ചു നേരം പ്രാർത്ഥിച്ചു. എനിക്ക് തീർത്ഥം തന്നു. ഞാൻ ആഗ്രഹിക്കുന്നതിനപ്പുറമായിട്ട് എനിക്ക് എന്ത് ചെയ്തു, കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റി. പിന്നെ ഞാൻ അവിടുന്ന് ദൂരെ നിന്ന് നോക്കിയിട്ട് ഈ ഭഗവാന്റെ ഈ മാല ഒരു ചെറുതായിട്ടാണ് കണ്ടത് ദൂരെ നോക്കി. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരുപാട് രുദ്രാക്ഷങ്ങൾ ചേർത്ത് കെട്ടിയാണ് ഭഗവാൻ എന്ത് ചെയ്തിരിക്കുന്നത്, മാല ചാർത്തിരിക്കുന്നത്. അത് അങ്ങ് തൊട്ട് ഇങ്ങ് വരെ ഈ കാണുന്ന മുഴുവനും ഭഗവാന്റെ കഴുത്തി കിടക്കുന്ന മാല രുദ്രാക്ഷം, ഒറിജിനൽ രുദ്രാക്ഷം. അപ്പോൾ ഒന്ന് ഓർക്കുക, എത്രത്തോളം ശേഖരിച്ച് എത്രത്തോളം വെച്ചിട്ടാണ് ആ മാല അങ്ങനെ ചെയ്തിരിക്കുന്നത്. എത്രയോ വൃക്ഷങ്ങളിലെ, ഒരുപാട് വൃക്ഷങ്ങളിലെ രുദ്രാക്ഷമാണ് ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാല. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ചെറുതായിട്ട് ഒരിത് മാത്രമേ തോന്നുന്നുള്ളൂ. പക്ഷെ അടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒറിജിനാലിറ്റി. ഭയങ്കര ശക്തിയാണ്, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. 24 മണിക്കൂറും ഇവിടെ ഇടവിടാതെ മന്ത്രങ്ങളും ജപങ്ങളും അതേപോലെ പോസിറ്റീവായിട്ടിരിക്കുന്ന ആളുകൾ 24 മണിക്കൂർ ഇവിടെ ഇരുന്ന് ജപിച്ചും പ്രാർത്ഥിച്ചും ഒക്കെയാണ് ഇരിക്കുന്നത്. അതിനുള്ളിൽ കയറി നമുക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ദൂരെ നിന്ന് വരുന്ന ആളുകളെല്ലാം തീർത്ഥം ചെറിയ ഇതിൽ മേടിച്ച് തീർത്ഥം അവിടെ ശിവലിംഗത്തിൽ ഒഴിക്കുന്നുണ്ട്. അവിടെയാണ് ഒറിജിനലായിട്ടിരിക്കുന്ന ശിവലിംഗം, വെള്ളത്തിലാണ് ഇരിക്കുന്നത്. അതിങ്ങനെ ഒഴിക്കുന്നുണ്ട്. നമുക്ക് അവിടെ തൊട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എന്നെയൊക്കെ കണ്ടപ്പോൾ അവർക്ക് തിരിച്ചറിഞ്ഞു. എനിക്ക് സ്പെഷ്യലായിട്ട് അവിടെ ഇരുന്ന് തൊഴാനും പ്രാർത്ഥിക്കാനൊക്കെ എന്ത് ചെയ്തു, എനിക്ക് അവസരം തന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇതെനിക്ക് അവിടുന്ന് തീർത്ഥത്തിൻ്റെ ഒപ്പം തന്ന ഒരു ലീഫും ഒരു പൂവുമാണ്. തീർത്ഥം തരും. ഭയങ്കര പോസിറ്റീവ്. ഞാനിപ്പോൾ തൊഴുതു, ഇനി കണ്ണനെ തൊഴണം. അപ്പോൾ എന്ത് ചെയ്യണം, കണ്ണൻ വീഡിയോ ഒരു എത്ര മിനിറ്റ്, അപ്പോൾ ഒരുപാട് എനിക്കൊന്ന് തൊഴണം ഒന്നും കൂടെ. കണ്ണൻ ഇതൊന്ന് പിടിക്കാൻ പറ്റുമോ? അല്ലേ വേണ്ട, ഞാനിങ്ങനെ പിടിച്ചിട്ട് തോന്നും.
ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അതൊക്കെ ചെയ്യുന്നത്. കാരണം ഞാനിത് ഓരോ വീഡിയോസും കാണുന്നത്. പക്ഷേ ഒരു യഥാർത്ഥമായിട്ടൊരു ഭക്തന് അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് ആത്മീയമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ഈ ലോകത്തിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ പറ്റും. അതിനെന്ത് വേണം? അകക്കണ്ണ് വേണം, കണ്ണ് വേണം. ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന അകക്കണ്ണുണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്ന ആളുകളാണ് യോഗീശ്വരന്മാരാണ് ഇവിടെ വന്നിരുന്ന് ജപിച്ച്. ഇതുപോലെ സാധാരണമായിട്ട് ജനിച്ചു വന്നിരുന്ന ഒരാളുടെ ദർശനമാണ് ഈ കാണുന്നത്. ഒരു യോഗി സാധാരണപ്പെട്ട് ജോലി ചെയ്ത് ബാങ്ക് ഉദ്യോഗസ്ഥനായി ഈ നാട്ടിൽ ജീവിച്ച് ജനിച്ച് വളർന്നു. തന്നിലിരിക്കുന്നത് ആരാണെന്ന് ഒരു ഗുരു വെളിപ്പെടുത്തി കൊടുത്തത്. ആ ദർശനമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അയാളുടെ ദർശനം, ആ ദർശനം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്നതെല്ലാം അദ്ദേഹത്തിൽ അടങ്ങിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഇതൊന്നും വേണ്ട. അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്. ഇവിടെ പക്ഷെ അതിലുള്ള അയാളിലുള്ള ദർശനത്തെ തേടി, ആ ഈശ്വരനെ തേടിയാണ് ഇവിടെ വന്നിരിക്കുന്ന, ദൂരേന്ന് വന്നിരിക്കുന്ന ബാംഗ്ലൂരിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിരിക്കുന്ന ആളുകൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? യോഗ ചെയ്യുന്നുണ്ട്, ധ്യാനമുണ്ട്, എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇതിനുള്ളിൽ അവർ ചെയ്യുന്നു. അപ്പോൾ എന്നെ മനസ്സിലാക്കി തന്നിരിക്കുന്ന ആളുകളെല്ലാം ദക്ഷിണയൊക്കെ തരുന്നുണ്ട്. 2-3 പേര് എനിക്ക് തന്നിട്ടു. ദക്ഷിണയൊക്കെ തന്നെ പോയി. പിന്നെ അതായത് ഇനി കണ്ണൻ അതിനകത്ത് കയറണം. അപ്പം നമുക്ക് വീഡിയോ എന്ത് ചെയ്യാം? വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. കാരണം ഞാനത് ഫുൾ കണ്ടു. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കണ്ണനെ ഒന്നും നോക്കിയില്ല. വീഡിയോയൊക്കെ മറന്നുപോയി. വീഡിയോ ചെയ്യുന്ന കാര്യമൊക്കെ മറന്നുപോയിട്ടാണ് ഞാൻ അവിടെ പോയി ഭഗവാനെ തൊഴുതത്. അപ്പോൾ ഇനി കണ്ണനെ എന്ത് ചെയ്യണം? വിടണം. വാ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങള് ഭയങ്കര നല്ല കാറ്റുണ്ട്, നല്ല നല്ല ചെറിയ ചെറിയ കാറ്റ്. ഭയങ്കര നമുക്കൊരു കൂളിംഗ് ആണ്, ഭയങ്കര കൂളിംഗ് ആണ്. നിങ്ങളെല്ലാം വരണം കേട്ടോ. ഇവിടെ വന്ന് എന്ത് ചെയ്യണം? ശാന്തി എടുക്കണം, സമാധാനമായിട്ട് ഇരിക്കണം. നിങ്ങൾ ഒരുപാട് എന്ത് ചെയ്യുന്ന പണം കൊടുത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങാം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കൂട്ടാം, സമ്പാദിക്കാം. പക്ഷേ ഇവിടെ വന്നിരുന്ന് ഈ ഒരു ശാന്തതയ്ക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. അത് നമ്മൾ ആർജിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. പറയാം എനിക്കിനി കണ്ണനം കൂട്ടി സമാധാനമായിട്ടിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും വരിക, കാണുക. ഇനി എനിക്കുണ്ടല്ലോ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് ആശ്രമമുണ്ട്. അവിടെ ആശ്രമത്തിൽ എനിക്ക് പോകണം. കുറച്ച് ദൂരം നടക്കണം. അവിടെ പോയിട്ട് വേണം എനിക്ക് തിരിച്ചു പോകണം. ആശ്രമമുണ്ട്, അവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വേണം ആശ്രമത്തിൽ പോയിട്ട് വേണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, എനിക്ക് ഈ വീഡിയോയുടെ മൈൻഡൊക്കെ എന്ത് ചെയ്ത് പോയി. വീഡിയോയുടെ മൈൻഡൊക്കെ പോയി, വേറൊരു തലത്തിലായിപ്പോയി. അപ്പോൾ എനിക്ക് ഞാൻ കണ്ണനെ ഇങ്ങനെ നിർബന്ധിക്കുക, വീഡിയോ മതിയാക്ക് എന്നെന്ത് ചെയ്യാണ് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം ആ പോസിറ്റീവ് വൈബ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ കണ്ണനെ നിർബന്ധിക്കുന്നത് അല്ലേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.